ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കുറേ ആയി ഞാൻ വീഡിയോ ഇട്ടിട്ട് ഷോർട്സ് ഇടയ്ക്കൊക്കെ വന്ന് ഇടാറുണ്ടായിരുന്നെങ്കിലും ഞാൻ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് കുറേ നാളുകളായിട്ടോ. ഇപ്പോൾ കൂടുതലായിട്ടും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഇൻസ്റ്റാഗ്രാമിനും ഫേസ്ബുക്കിലാണ് കേട്ടോ. അത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കൊന്നും നമുക്ക് പെട്ടെന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. ഒരു മാസം കൊണ്ട് തന്നെ ഒരു 1.5 മാസം കൊണ്ട് തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിന് മോണിറ്റൈസേഷൻ കിട്ടി. അതിനുശേഷം എനിക്ക് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ ഓണായി കിട്ടി. പിന്നെ എനിക്ക് പേ ഔട്ടിൻ്റെ ഓപ്ഷൻ വന്നു. പിന്നെ ഗിഫ്റ്റിൻ്റെ ഓപ്ഷൻ കാര്യങ്ങളെല്ലാം എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു 2 മാസത്തിനുള്ളിൽ ഈ ഒരു സംഭവങ്ങളെല്ലാം എനിക്ക് കിട്ടിയിട്ടോ. പിന്നെ ഇപ്പോൾ പതുക്കെ ഡോളർ ഫേസ്ബുക്കിൽ കയറാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കാലം അപ്പോൾ നമ്മൾ ഈ യൂട്യൂബിൽ ഞാൻ കുറേ വീഡിയോസ് ഇട്ട് നമുക്ക് 4000 വാച്ച് അവറൊക്കെ കംപ്ലീറ്റ് ആക്കാൻ കുറേ പാടാണ്. അപ്പോൾ ഫേസ്ബുക്കിൽ ആക്റ്റീവ് അല്ലാത്ത ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഫേസ്ബുക്കിൽ സ്ഥിരമായിട്ട് വീഡിയോ ഇട്ടോളൂ. അതുപോലെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കും കൂടി ജോയിൻ്റ് ആക്കിയിട്ട് വീഡിയോയുടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് മാറ്റിയിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഇതുപോലെ സാധാ അക്കൗണ്ട് ആണെങ്കിൽ അത് പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വീഡിയോ ഇട്ടോളൂ. നല്ല ഒരു മാറ്റം ഉണ്ടാവും. കാരണം പെട്ടെന്ന് മോട്ടിവേഷൻ കിട്ടും. അതിലൂടെ നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നൊരു നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മാത്രമായിട്ട് ആക്റ്റീവായിട്ട് നിന്നത്. അതുകൊണ്ട് യൂട്യൂബിൽ ഞാൻ വീഡിയോ ഒന്നും ഇടാറുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തുടങ്ങണം. പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും 2 കൊളാബും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുകയുണ്ടായി. ഒന്ന് ബാർട്ടർ കൊളാബും കിട്ടി, പിന്നെ ഒരു വേറെ കൊളാബ് വേറെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു 2-3 മാസത്തിനുള്ളിൽ എനിക്ക് കിട്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ഇതിൽ ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കൂടിയും ആക്റ്റീവ് ആയതിനു ശേഷം എനിക്ക് നല്ല ഒരു മാറ്റങ്ങളുണ്ടായിട്ടോ. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ആക്റ്റീവ് അല്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് സാധാ അക്കൗണ്ട് ആണെങ്കിൽ ഇൻസ്റ്റയും ഫേസ്ബുക്കിലും പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് മാറ്റിയിട്ട് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടുക. ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് യൂട്യൂബിനൊക്കെ പെട്ടെന്ന് നമുക്ക് മറ്റേ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. കാരണം ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ നമുക്ക് പെട്ടെന്ന് കിട്ടും. നമുക്ക് വീഡിയോ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. പിന്നെ ഡോളറും കാര്യങ്ങളും കയറാനൊന്നും നമുക്ക് പാടില്ല. യൂട്യൂബാണ് നമുക്ക് പാട്. നമുക്ക് ഡോളർ കയറാനാണെങ്കിലും മോണിറ്റൈസേഷൻ കിട്ടാനാണെങ്കിൽ നമുക്ക് ഒരുപാട് പാടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഫേസ്ബുക്കും ഇൻസ്റ്റയാണ്. ഞാൻ ഇപ്പോൾ നോക്കിയെടുത്തോളം എനിക്ക് ഫേസ്ബുക്കിൽ നിന്നാണ് പെട്ടെന്ന് ഡോളർ ഇങ്ങനെ കയറുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് നോക്ക്. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. പിന്നെന്താ, വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.